നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഒരു ട്രെൻഡാണ്. കാലാവസ്ഥ കൊണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക് പോയാലും മൂടിക്കെട്ടിയ അവസ്ഥ, കാലാവസ്ഥയും മഞ്ഞും കോടമഞ്ഞും തണുപ്പും എല്ലാം കൊണ്ട് റീലുകൾ കണ്ടും അല്ലാതെയും ഒക്കെ തന്നെ ആളുകൾ കുമിഞ്ഞുകൂടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. ആ പൊന്മുടി ഹിൽസിൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ തിരക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് കൊച്ചുകുട്ടികളെയും ഒക്കെ ആയിട്ടാണ് നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ആ ഭാഗത്ത് നിന്നും 2 മരണ വാർത്തയാണ് കേൾക്കാനിടയായത്. ഒന്ന് 7 വയസ്സുകാരുടെയും ഒന്ന് 26 വയസ്സുകാരുടെയും മരണ വാർത്തയാണ് കേൾക്കാൻ ഇടയായത്. വളരെ വേദന തോന്നുന്ന വാർത്തയാണ്. അതും ഈ കൊച്ചിച്ചൻ്റെ കൂടെ, അതായത് അച്ഛൻ്റെ അനുജൻ ചെറിയച്ഛൻ്റെ കൂടെ പൊന്മുടി കാണാനായി എത്തിയ കുഞ്ഞാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നലെ കല്ലറയിൽ നിന്നുള്ള സംഘം എത്തിയത്. പക്ഷെ മടക്കം ദുരിതത്തിലേക്കുള്ള യാത്രയായി മാറുകയായിരുന്നു എന്നുള്ളതാണ്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അനൂപും അനുവും ഈ കുഞ്ഞുമോളെ ഒപ്പം കൂട്ടിയത്. അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തി കൂട്ടുകാർക്കൊപ്പം പുതിയ ക്ലാസ്സിലേക്ക് മാറുന്നതിന്റെ കൗതുകങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കുകയായിരുന്നു യാത്രയിൽ ഉടനീളം ഈ കുഞ്ഞുമോള്. പുതിയ ബാഗും പുസ്തകങ്ങളും വാങ്ങി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വാതോരാതെയുള്ള സംസാരമായിരുന്നു ഇന്നലെ മുഴുവനും ആ കാറിനകത്ത്. പൊന്മുടിയിൽ നിന്നുള്ള തിരിച്ചിറക്കത്തിലെ 22 കൊടും വളവുകളിലെ 21 എണ്ണവും താണ്ടി അവസാന വളവിലേക്ക് അടുക്കുന്നതിന് മുൻപുള്ള 200 മീറ്റർ ദൂരം പിന്നിട്ടാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടമായത് എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ വളവും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള അവസാനത്തെ വളവുമാണ്. സാധാരണഗതിയിൽ അവിടെ അപകടം നടക്കുന്നത് വളരെ അപൂർവമാണ്, പ്രത്യേകിച്ചും ഈ ആദ്യത്തെ ഒരു വളവായതുകൊണ്ട്. പക്ഷേ നമുക്കറിയാം നല്ല മഴയും കോടമഞ്ഞും ഒക്കെയാണ്. അതുകൊണ്ട് റോഡൊക്കെ തന്നെ നല്ല സ്ലിപ്പായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഒരുപാട് തിരക്ക് ഉണ്ട്. വളരെ ഇടുങ്ങിയ റോഡാണ്. പൊന്മുടിയിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇടുങ്ങിയ റോഡ് കൂടിയാണ്. ബസ് അടക്കമുള്ള വരുന്നുണ്ട്, വലിയ വാനുകൾ വരുന്നുണ്ട്, കാറുകൾ വരുന്നുണ്ട്, കുഞ്ഞു ജീപ്പുകൾ വരുന്നുണ്ട്, 2 വീലറുകൾ വരുന്നുണ്ട്. അങ്ങനെ നിരവധി വാഹനങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്തും. ഇപ്പോൾ 3 മണിയാണെങ്കിൽ പോലും ഇരുട്ടാണ്. അതുകൊണ്ട് കൃത്യമായി കാഴ്ച കിട്ടണം എന്നോ ഇല്ല. അങ്ങനെ അപകടം ഏറെ നിറഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു അപകടവും സംഭവിച്ചത്. ഇതിനു മുമ്പും കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ അത് 3-ാം വളവിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു കാറ്. പക്ഷേ ഭാഗ്യവശാൽ അന്ന് ആ കാറിൽ ഉണ്ടായിരുന്നവർ മരണമൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ചെറിയ പരിക്കുകളോടുകൂടി അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അത് 3-ാം വളവിലായിരുന്നു അന്ന് അപകടം നടന്നത്. പക്ഷേ ഇപ്പോൾ 1-ാം വളവിൽ നടന്ന അപകടം കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും മറ്റു കുഞ്ഞുങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ ഏകദേശം 6ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അനുപമയും അനുവും ഒഴിച്ച് ബാക്കി എല്ലാം കുഞ്ഞുകുട്ടികളായിരുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തം മകനും മകളും അവരുടെ കൂട്ടുകാരും സഹോദരന്റെ മകളും ഒക്കെയാണ് ആ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇടിയുടെ ആഘാതത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ് 30 അടി താഴ്ചയിലേക്ക് കീഴ്മേൽ മറിഞ്ഞ കാറിന്റെ ടയറുകൾ മണ്ണിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനം വകുപ്പ് അധികൃതരും നാട്ടുകാരുമാണ് എല്ലാവരെയും കാറിന് പുറത്തെത്തിച്ച. വീഴ്ചയുടെ ആഘാതത്തിൽ കാറിന്റെ ചില്ലുകൾ തകർന്ന ഡോറുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഉടൻ തന്നെ വരികയും റോഡിലെത്തിയ വനം വകുപ്പിന്റെ വാഹനത്തിൽ ആദ്യം കയറ്റിയത് വളരെ ഗുരുതരമായി പരിക്കേറ്റ ഈ മോളെയായിരുന്നു. ആ മോളെ ഉടൻ തന്നെ കയറ്റി വളരെ വേഗത്തിൽ അവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. വിധവ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു വണ്ടിയിൽ അപകടപ്പെട്ട മറ്റ് 6 പേരെയും നിമിഷ നേരം കൊണ്ട് തന്നെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവർക്ക് ആർക്കും തന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വേദനിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ മരണം ഇതുവരെയും ആ അമ്മയെ അറിയിച്ചില്ല എന്നുള്ളതാണ്. പരിക്കേറ്റിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മരണവിവരം അറിഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും അധ്യാപകരാണ് എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം മാത്രമേ കുഞ്ഞിന്റെ മൃതശരീരം അവർക്ക് കിട്ടുകയുള്ളൂ. ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കല്ലാർ വളക്കുഴി പച്ചത്തോപ്പുകളെ വീട്ടിൽ മിത്രമല ഗവൺമെന്റ് ബോയ്സ് HSS അധ്യാപകൻ അനീഷിനെയും ഷാലുവിന്റെയും മകളാണ് ഈ മരിച്ച പെൺകുട്ടി. ഈ കുട്ടിയുടെ മരണ വിവരം നാടിനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇന്നലെ അനീഷിന്റെ സഹോദരൻ അനൂപിനും ഒപ്പമാണ് ഈ മോള് പൊന്മുടി കാണാനായി പോയത്. അനൂപിന്റെ ഭാര്യ അനു, മക്കളായ നിവേദ, തീർത്ഥ, മക്കളുടെ സുഹൃത്തുക്കളായ അഖിന, ഗോപിക എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. അധ്യാപകനായ അനീഷും ഷാലുവും വീട്ടിലായിരുന്നു. ഷാലുവിനെ മരണവിവരം അറിയിച്ചിട്ടില്ല. ബുധനാഴ്ച കല്ലറ ഗവൺമെന്റ് VHSS രക്ഷിതാക്കളോടൊപ്പം 3-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയിരുന്നു. സ്കൂൾ തുറക്കുന്നതിന്റെ ഉത്സാഹത്തിലായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. പോലീസ് നടപടികൾ ഇന്ന് പൂർത്തിയാക്കി ഉച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകുകയുള്ളൂ.